നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് അല്ലു അർജുൻ്റെ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. അല്ലു അർജുനെ തെലുങ്ക് രാജ്യത്ത് ഒറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇതുപോലെ ഓടുന്നു. ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര ശത്രുക്കളുണ്ട്. അവിടെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാംചരൺ എന്ന് പറഞ്ഞുള്ളൊരു നടനുണ്ട്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നടനാണ്. അദ്ദേഹത്തിന് സ്റ്റാർ വാലി പോകണ ലക്ഷണമൊക്കെ കാണുന്നത്. അപ്പോൾ അതിന് ഒരു കാരണം കിട്ടിയതാണ് ഇപ്പോൾ ഈ അല്ലു അർജുനെ പൂട്ടാനുള്ള രാഷ്ട്രീയപരമായിട്ട് പൂട്ടി വെക്കുന്നത്. ഇപ്പോൾ അന്ന് ജാമ്യം കിട്ടി, പക്ഷേ പക്ഷേ പോലീസ് വിട്ടിട്ടില്ല. പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ തിയേറ്ററിൽ നടന്ന CCTV പോലീസ് പുറത്തു വിട്ടിരിക്കുക. അത് പുറത്തു വിട്ടപ്പോൾ അതിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ റോഡ് ഷോ ഒരിക്കലും നടത്താൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ ഭരണകൂടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ട് അല്ലു അർജുൻ അവിടെ റോഡ് ഷോ നടത്തി. റോഡ് ഷോ നടത്തിയെന്ന് തന്നെയല്ല, ഈ അല്ലു അർജുൻ വരുന്നവരെ അവിടെ എല്ലാം വളരെ ശാന്തമായിരുന്നു. അല്ലു അർജുൻ ആ തിയേറ്ററിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അവിടെ ഗംഭീര തിക്കും തിരക്കും ബഹളായി. പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാണ്ടായി. അതുമല്ല, ഈ അല്ലു അർജുൻ്റെ സ്പെഷ്യൽ അല്ലു അർജുൻ വെച്ചുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്താ ചെയ്തേ? അല്ലു അർജുനൻ്റെ സ്റ്റാഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ അല്ലു അർജുൻ്റെ സ്റ്റാഫ് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാരെ അടിക്കുന്ന സീനുകൾ, പല ആൾക്കാരെ അടിച്ചു വീഴ്ത്തുന്ന സീനുകൾ, മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ CCTVയിൽ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുക. അല്ലു അർജുനെ വീണ്ടും ചോദ്യം ചെയ്യാൻ 2 മണിക്കൂറുകാരും ചോദ്യം ചെയ്തു. 2 മണിക്കൂറുകാരും ചോദ്യം ചെയ്തിട്ടും ഒരു ചോദ്യത്തിന് പോലും അല്ലു അർജുന് മറുപടി പറഞ്ഞില്ല. അല്ലു അർജുൻ്റെ മാനേജറെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലു അർജുനെ ചോദിച്ചു, ഈ സ്ത്രീ മരിച്ചു എന്നുള്ളത് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? സംസാരമില്ല. നിങ്ങളുടെ മാനേജർ പല ആൾക്കാരെയും, നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ് പല ആൾക്കാരെ മർദ്ദിക്കുന്നതും അടിക്കുന്നതുമുള്ള CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. അതിനും മറുപടിയില്ല. ഒന്നിനും അല്ലു അർജുൻ മറുപടി അറിയില്ല. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് അല്ലു അർജുൻ്റെ വീട് മുഴുവൻ അടിച്ച് തകർത്തു അവിടുത്തെ പാർട്ടിക്കാർ. അപ്പോൾ അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയും അല്ലു അർജുനെ കസ്റ്റഡിയിൽ കിട്ടണം. കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താലാണ് വായ തുറക്കുള്ളൂ എന്നാണ് പറയുന്നത്. കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ച് ചോദ്യം ചെയ്യാമെന്നാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു പകപോക്കലാണ് ഇപ്പോൾ അല്ലു അർജുനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ നേരം നിരന്തരം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അല്ലു അർജുൻ വീട്ടിൽ പോയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ആയില്ല, ഇനി ഇതിൻ്റെ പേരിൽ, ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ വളരെയധികം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതുമല്ല, കോടതി വരെ ചോദിച്ചെന്ന് ജാമ്യം കൊടുക്കുമ്പോൾ എന്താണ് ഒരു സൂപ്പർ സ്റ്റാറിന് അദ്ദേഹത്തിൻ്റെ സിനിമ കളിക്കുന്ന ആ സ്ഥലത്ത് പോകാനുള്ള അവകാശമില്ലേ? അപ്പോൾ അവിടെ ആ സൂപ്പർ സ്റ്റാർ ചെല്ലുമ്പോൾ അവിടെ മറ്റുള്ള തിരക്കും ആൾക്കാരെ ഒഴിവാക്കില്ല. അതൊക്കെ അവിടുത്തെ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. അതാണ് അവർ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ നേതാവോ വരുമ്പോൾ അവിടുത്തെ ക്രമസമാധാന നില നോക്കേണ്ടത് അവിടുത്തെ പോലീസാണ്. അത് നോക്കാണ്ട് അല്ലു അർജുൻ കുറ്റക്കാരനാണ് എന്ന് പറയണത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടാണ് ജാമ്യം കൊടുത്തത്. ഇപ്പോൾ ആ ജാമ്യത്തിനാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്യാനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റികളാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ പല കുറ്റങ്ങൾ ചാർത്തിയിട്ടാണ് അല്ലു അർജുനെ പൂട്ടാൻ പോണത്. എന്താ ഉണ്ടാവുക ഏതുണ്ടാവുക നമുക്കറിയില്ല. അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ പാവം മനുഷ്യനാണ്. നമ്മുടെ തൃശ്ശൂർക്കാരനാണ്. നമുക്ക് നമ്മളെ കൂടെ കാണാറുള്ളൊക്കെയാണ്. വളരെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ വന്നത്. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി എന്നാണ് മൂപ്പരുടെ പേര്. മുകുന്ദൻ എന്ന് പറയുന്നത് മൂപ്പര അച്ഛൻ്റെ പേരാണ്. അവർ ഇപ്പോൾ താമസിക്കുന്നത് ഒറ്റപ്പാല ഭാഗത്താണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദന് ഇപ്പോൾ എറണാകുളത്ത് വലിയൊരു വീടുണ്ട്. അവിടെയാണ് മൂപ്പര് സ്ഥിരമായിട്ട്. ആദ്യം ഒരു തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ആരും താമസിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഉണ്ണിമുകുന്ദനെ ഇതുപോലെ തന്നെ ഈ പടം ഇതുപോലെ വിജയിച്ചപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതിയിൽ പരാതി പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളോ. ചിലപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. കാരണം 18 വയസ്സിന് താഴെയുള്ളവരെ ഈ തിയേറ്ററിലേക്ക് ഒരാൾ കടത്തരുത്, കാണിക്കരുതെന്ന് കർശനമായുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓരോ തിയേറ്ററിലും ചെന്ന് നോക്ക്, അവിടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂടുതൽ. പല പിള്ളേരും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നു. അപ്പോൾ അവരുടെ കൂടെ ചിലപ്പോൾ 1-2 കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ പല കുട്ടികൾക്കും 18 വയസ്സായിട്ടില്ല. ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാളില്ല. ഇതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഇവിടെ തിയേറ്ററിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ അതിന് പരാതി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഇതുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ബഹുഭാഷാ ചിത്രമായിട്ട് എടുത്തു പോകുന്നത്. ഇതിപ്പോൾ തമിഴ്നാട്ടിലായാലും തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഹിന്ദിയിലായാലും ഈ പടം ഇവിടെ നമ്മുടെ പൂരപ്പറമ്പ് ആക്കിയില്ലേ തിയേറ്ററുകളൊക്കെ, അതേപോലെ തന്നെ ഈ പടം ചെല്ലണ സ്ഥലങ്ങളിലൊക്കെ പൂരപ്പറമ്പാക്കും. അപ്പോൾ അതിന് ഇത്രയും കളക്ഷൻ കിട്ടി, ഇത്രയും വിജയിച്ചപ്പോൾ അതിന് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളാണ് ഇപ്പോൾ ഈ ഇടയിറങ്ങി ഈ പടത്തിനെ എങ്ങനെയെങ്കിലും തകർത്ത് ഈ പടം നിർത്തിക്കണം തിയേറ്ററിൽ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ പടം നിരോധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയണല്ലോ, വളരെ വളരെ ഭീകരമാണ് പടം. ഇമ്മാതിരി പടങ്ങളൊന്നും തിയേറ്ററിൽ കളിക്കാനായിട്ട് അനുവാദം കൊടുക്കരുത്. അത്രയധികം ഈ വയലൻസ് അതിൽ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ ഒരു സിനിമയിൽ ഇതുപോലെ ഒരു വയലൻസ് കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ നമുക്ക് കണ്ണ് തുറന്നിരുന്ന് കാണാൻ പറ്റില്ല. പടത്തിന് എൻ്റെ പകുതി ഭാഗം നമ്മൾ കണ്ണടച്ചായിരുന്നാണ് കാണുന്നത്. അത് നമുക്കൊരു ശിക്ഷ തന്നെയാണ്. പടത്തിനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇതിപ്പോൾ കുറേ ഇടിയും കുത്തും ചവിട്ടും കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് തന്നെ കുറേ കൊല്ലലും കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അതിലൊന്നും ലോജിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാണുന്ന ആൾക്കാർ വേഗം പോയി കണ്ടോളെ. പടം ചിലപ്പോൾ നിരോധിക്കാനും അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പിൻവലിക്കാനും. അപ്പോൾ സർട്ടിഫിക്കറ്റ് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ പോയിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് വേണം പിന്നെ പടം കളിക്കാൻ വരാനായിട്ട്. അപ്പോൾ ഉണ്ണിമൂതൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഉണ്ണിമൂതനെ പല ആൾക്കാരും ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരാളെ മണിയടിക്കാനോ ഒരാളെ പഞ്ചാര അടിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വേറൊരു രീതിയിൽ കാണാനോ ഒരാൾക്ക് പാര വയ്ക്കാനോ ഒന്നും ചെയ്യാത്ത ഒരു നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇപ്പോൾ ഈ പടം മാളികപ്പുറം വന്നപ്പോൾ തന്നെ ശത്രുക്കളുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഉണ്ണിമൂന്തനെ മൂപ്പര് നായകനായിട്ട് ഗംഭീര പെർഫോമൻസൊക്കെ ചെയ്യുന്നൊരു നടനാണ്. എന്നിട്ട് പോലും പടത്തിൽ ചാൻസ് കൊടുക്കാണ്ട് ഉണ്ണിമൂന്തനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലും പല കളികളൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ണിമൂന്തനെ മാറ്റി നിർത്തിയപ്പോൾ ഉണ്ണിമൂന്തൻ എന്തുണ്ടായി, സ്വന്തമായിട്ട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കഷ്ടകാലം നേരത്ത് അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. ആ പടങ്ങളൊന്നും ഒരു വലിയൊരു വിജയമായി മാറിയില്ല. എന്നിട്ടും കാശ് കുറേ പോയി. കിട്ടിയ കാശൊക്കെ മൂപ്പര് സിനിമയിൽ തന്നെയാണ് ചിലവാക്കിയത്. എന്നിട്ടാണ് മൂപ്പര് ഈ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു പടം എങ്ങനെയെങ്കിലും ഒന്നൊരു ഹിറ്റാക്കിയത്. അത് ഹിറ്റാക്കിയപ്പോൾ തന്നെ ശത്രുക്കളുടെ കൂടി. ഇപ്പോൾ ഈ പടം ഇതുപോലെ ഒരു ഹിറ്റാവുന്നു, ഇതുപോലെ കോടികളുണ്ടാക്കുന്ന, അതുപോലെ തന്നെ മലയാളത്തിലാണെങ്കിൽ ഏറ്റവും അധികം പൈസ ലാഭം ഉണ്ടാക്കുന്ന ഒരു സിനിമയായിട്ട് മാറുന്നുള്ളത് ഒരാൾ പോലും കണക്കൂട്ടിയില്ല. തിയേറ്ററുകാർ പോലും ഈ പടം വേണ്ട എന്ന് പറഞ്ഞിട്ട് ചാർട്ട് ചെയ്യാണ്ട് എല്ലാം മോഹൻലാലിൻ്റെ പടം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്ന ആൾക്കാരെ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടം ഇപ്പം റിലീസായി, നാളെ റിലീസാവണം. പക്ഷേ ഇപ്പോൾ പല തിയേറ്ററിലും ക്രിസ്മസിന് ഇറങ്ങിയ പടം തന്നെ ED ഇങ്ങനെയുള്ള കുറച്ച് പടങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഈ ആഴ്ച തൊട്ട് വീണ്ടും ഉണ്ണിമൂന്തൻ്റെ പടം അവർ കളിക്കാൻ നിൽക്കുക. അപ്പോൾ ഒരു സിറ്റിയിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരുവിധം തിയേറ്ററിലൊക്കെ ഉണ്ണിമൂന്തൻ്റെ പടം വരാൻ പോവുക. അപ്പോൾ കാലം പോണ പോക്കേ. അപ്പോൾ ഇനിയും മാതിരിയുള്ള പടങ്ങൾ നമ്മൾ എന്തോരം കണ്ടു തീർക്കാൻ കിടക്കുന്നത്. അതുവരെ വരുന്നവരെ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.